പുതിയ വീടിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് പുനലൂരാണ്. 1877 പൂർത്തീകരിച്ച പുനലൂർ തൂക്കുപാലം. കൊളോണിയൽ എഞ്ചിനീയറിംഗിൻ്റെ ചാതുര്യത്തിൻ്റെയും നാഴികക്കല്ലാണ്. കൊല്ലം ജില്ലയിൽ പുനലൂരിൽ കല്ലട നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഈ തൂക്കുപാലം ദക്ഷിണ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ആദ്യത്തേതാണ്. ഇത് നിർമ്മിച്ചത് ആൽബർട്ട് ഹെൻറിയാണ്. ഇപ്പം നമ്മളുള്ളത് കൊല്ലം കൊട്ടാരക്കര പുനലൂർ പത്തനാപുരം റോഡിലാണ്. പത്തനാപുരത്ത് നിന്നും പത്തനാപുരം റോഡിലോട്ട് പോണ വഴിയിൽ ഒരു പുനലൂരിൽ നിന്നും പത്തനാപുരം റോഡിലോട്ട് 5 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് വനമേഖല വഴി അച്ചൻകോവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡ് നല്ല റോഡാണ്, അടിപൊളിയാണ്, കുഴപ്പമില്ല. അപ്പം നമുക്ക് അച്ചൻകോവിൽ വനമേഖലയുടെ കാഴ്ചകൾ കാണാം. കൊള്ളാമല്ലേ? അടിപൊളി, എല്ലാ മോഡലല്ലേ? അപ്പറൊക്കെ ഒടിഞ്ഞ് വീടാറായി എനിക്കാണല്ലേ അല്ലേ? അറിയുള്ളതും. അങ്ങനെ പുനലൂർ നമ്മൾ അലിമുക്കിലെത്തിയിട്ടുണ്ട്. ഇതാണ് അലിമുക്ക് ജംഗ്ഷൻ. അലിമുക്ക് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് അച്ചൻകോവിൽ വനപാത തുടങ്ങുന്നത്. ഈ പാതയിൽ കൂടെ വേണം നമുക്ക് ഇനി അച്ചൻകോവിലോട്ട് പോകാം. മെയിൻ റോഡിൽ നിന്ന് അകത്ത് കയറിക്കഴിഞ്ഞാൽ റോഡ് മോശമാണ്, വളരെ മോശപ്പെട്ട റോഡാണ്. ഒരു പരുവത്തിന് നമുക്ക് വണ്ടിയും കൊണ്ട് പോകാന്നേ ഉള്ളൂ. ടാറിങ്ങിനുള്ള സെറ്റപ്പ് ചെയ്തിട്ടൊക്കെ ടാറിങ്ങിന് മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവിടെ ചോദിച്ചപ്പോൾ റോഡ് കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ട്, കുറച്ച് എന്നാലും വണ്ടി പോകും, പതുക്കെ പോകും, അത്രയേ ഉള്ളൂ. പിന്നെ അകത്ത് കയറിയപ്പോൾ അന്തരീക്ഷത്തിനൊരു മാറ്റമുണ്ട്. വനമേഖല തുടങ്ങിയില്ല, റബ്ബറും മറ്റുള്ള മരങ്ങളും ഒക്കെയാണ്. ജനവാസ കേന്ദ്രമുണ്ട്. പഴയ ടാർ ഇളക്കിയിട്ടാണ് അല്ലേ? പഴയ ടാർ ഇളക്കിയിട്ട് പുതിയ ടാറിങ്ങിനുള്ള സെറ്റപ്പ് ചെയ്തിട്ട് ചല്ലി നിർത്തിയിട്ട്. റോഡിൻ്റെ ഇരുവശങ്ങളിലും വൻ വൃക്ഷങ്ങൾ തന്നെ. കാണാൻ അടിപൊളിയായ ഒരു കാഴ്ച തന്നെയാണ് അച്ചൻകോവിൽ. പുനലൂർ അച്ചൻകോവിൽ വനപാത. റോഡും കൂടെ നല്ല ടാറിങ് ആയിരുന്നെങ്കിൽ ഇതുവഴിയുള്ള യാത്ര ഒരു ത്രില്ലായിരുന്നു. റോഡിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. ഇനി മുന്നോട്ട് പോകുമ്പോൾ റോഡ് എങ്ങനെയാണ്, റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും നമ്മൾ ഈ പറഞ്ഞ ജംഗ്ഷനിൽ നിന്ന് ഇപ്പോൾ 2 കിലോമീറ്ററാണ് ഇപ്പോൾ ഉള്ളിലോട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മൊത്തം 40 കിലോമീറ്ററാണ് പറയുന്നത്. പുനലൂരിൽ നിന്ന് 42 കിലോമീറ്ററാണ് ഈ അച്ചൻകോവിലെത്താനുള്ള ദൂരം എന്നാണ് പറയുന്നത്. കേരള വനം വകുപ്പിൻ്റെ അറിയിപ്പിൻ്റെ ബോർഡുണ്ട് ഇവിടെ. വനത്തിൽ പ്രവേശിക്കുക, മാലിന്യം നിക്ഷേപിക്കുന്നത് കേരള വന നിയമം 1961, വന്യജീവി സംരക്ഷണം 1972 പ്രകാരം. ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു ഫോറസ്റ്റ് ഏരിയ തുടങ്ങുന്നത്. നമ്മളിപ്പോൾ വന്ന റോഡിലൊക്കെ ഒരുപാട് വീടുകളും മറ്റുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഉള്ളിലോട്ടാണ് വീട്, ഈ റോഡിൻ്റെ ശകലം ഉള്ളിലോട്ടാണ് വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് വനപാത തുടങ്ങുക തന്നെയാണ്. അച്ചൻകോവിൽ വനപാതയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരം, അടിപൊളി തന്നെയാണ്. യാത്രക്കിടയിൽ നമ്മൾ കണ്ട അടിപൊളി ഒരു പള്ളിയാണ്. അടിപൊളിയായിട്ട് നടക്കുക.
ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കറവൂർ ജംഗ്ഷൻ, അതായത് അച്ചൻകോവിൽ പോണ വഴിയിലുള്ള ചെറിയ ഒരു ജംഗ്ഷൻ, കുറച്ച് ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഇവിടുത്തെ കടകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഹായ് ബായ് ഹായ്. അപ്പോൾ ഇവിടെ നമ്മളൊരു എസ്റ്റേറ്റ് തോട്ടം കണ്ടായിരുന്നു. അപ്പോൾ ആ തോട്ടത്തിലോട്ട് നമുക്കൊന്ന് പോവാം. അപ്പോൾ ഈ കാണുന്ന തോട്ടം എന്ന് പറഞ്ഞാൽ AVTയുടെയാണ്. അപ്പോൾ നമുക്ക് നേരെയായിരുന്നു പോകേണ്ടത്. അപ്പോഴാണ് നമ്മൾ കണ്ടത്. നല്ല അടിപൊളിയൊരു തോട്ടമാണ്. എത്ര ഹെക്ടർ ഉണ്ടെന്നാണ് പറയുന്നത്. കറക്റ്റായിട്ട് കണക്ക് അവർക്ക് അറിയത്തില്ല. ഈ മേഖലയിൽ ഒരുപാട് തോട്ടം AVTക്കുണ്ട്. AVTയുടെ ഒരു ബോർഡ് നമുക്കിവിടെ കാണാം. നല്ല രീതിയിലാണ് ഇത് ഈ പ്ലാന്റേഷൻ, അടിപൊളിയാണ്. വേറൊന്നും കൊണ്ടില്ല, റബ്ബറിൻ്റെ ആ ഒരു വൃത്തി, വെട്ടുന്ന ആ പ്ലാസ്റ്റിക് മഴ പെയ്താൽ തന്നെ ആ കറ കറക്റ്റായിട്ട് അവർ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് പ്ലാസ്റ്റിക് കവർ ചെയ്തിരിക്കുന്നത്. ഇത് അങ്ങ് ഉള്ളിലോട്ട് ഏക്കർ കണക്കിന് കിടക്കുന്ന ഇവിടെയുള്ള ഇവിടുത്തെ ഒരു താമസക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും നല്ല റോഡിലോട്ട് കയറിയിരിക്കുകയാണ്. ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ടാർ ചെയ്ത നല്ല റോഡാണ്. ഈ റോഡ് അങ്ങ് വരെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, നമുക്ക് യാത്ര സുഖമായിരുന്നു. അപ്പോൾ വരുന്ന വഴിയിൽ നമ്മൾ അകത്തോട്ട് റോഡ് കണ്ട് കാണാൻ അതിഗംഭീരം, മനോഹരം. അപ്പോൾ അതൊരു ഉൾവനത്തിലോട്ട് പോണൊരു വഴിയാണ്. എന്തായാലും നമ്മൾ ശകലം ഒന്ന് സഞ്ചരിക്കാമെന്ന് വിചാരിച്ചു. കൊള്ളാം, അടിപൊളിയാണ്. നമുക്ക് ഇവിടെ നിന്ന് റോഡ് 2-3 തിരിയുന്നുണ്ട് കേട്ടോ. ചെറിയ കാൺക്രീറ്റ് ഇട്ട റോഡാണ്, കൊള്ളാം. ഇതങ്ങ് കാട്ടിലോട്ട് പോണ വഴിയാണ്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 റോഡായിട്ട് തിരികെ. ഇതിങ്ങനെ വന്ന് ഇതാ ഈ റോഡ് ഇവിടെ നിന്ന് തിരിഞ്ഞ് പോവുകയാണ്. അതും അടിപൊളി തന്നെ. നല്ല ഉഗ്രം തേക്ക് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ കാട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു കിളികളൊക്കെ ഒരു ശബ്ദമാണല്ലേ, അത് നല്ല രസം തന്നെയാണ് അത് കേൾക്കാൻ, അല്ലേ? അടിപൊളിയാണ് അത്. സ്വരവും അവരെ ശബ്ദവും സംസാരങ്ങളൊക്കെ. ഈ 2 കുരങ്ങന്മാർ, കൊച്ചു കുരങ്ങന്മാർ, അവർ ഓടിക്കളഞ്ഞല്ലേ. അതോ പോണു എവിടെയുണ്ട്? മുകളിലല്ലേ? ഓ, കൊച്ചാണല്ലേ. വലുതുണ്ടോ? ചാടി ഓടുന്നു. അപ്പോൾ വരുന്ന വഴിയിൽ നമ്മൾ കണ്ടൊരു മറ്റൊരു കാഴ്ചയാണ് വന്യജീവികൾക്ക് റോഡ് മുറിച്ച് കടക്കുന്ന വനമേഖല. വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങരുത്, കാൽനടയാത്ര അപകടം. അപ്പോൾ ആനയൊക്കെ ഉണ്ട് കേട്ടോ. ആനയൊക്കെ ഉള്ള മേഖലയാണ്. നല്ല ഘോര വനം തന്നെ. അപ്പോൾ ഇവിടെ ഒരു അമ്മ ഇപ്പോൾ ഉണ്ട്. നമുക്ക് അമ്മയടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അമ്മ പറയുന്ന ആന ഉണ്ടെന്നാണ് പറയുന്നത്. അമ്മ, മൃഗങ്ങളെ ശല്യം ഉണ്ടോ ഇവിടെ? ഉണ്ടല്ലേ? വീട്ടിലൊക്കെ വരാറുണ്ട്? വീട്ടിലൊക്കെ ഉണ്ട് തന്നെ. തീയിടും. പിന്നെ ഓ ശരി അമ്മ, ഓക്കെ. അമ്മയ്ക്ക് പോകാനുള്ള ബസ് വന്നു. അമ്മ ബസ്സിൽ കയറും. ഉൾവനത്തിലോട്ട് വരുന്നതോറും അടിപൊളി തന്നെയാണ്. റോഡൊക്കെ കൊള്ളാം. ഇങ്ങോട്ട് അകത്തോട്ടൊക്കെ നല്ല റോഡ് തന്നെ, നല്ല കാഴ്ചകളാണ്. ഇരു സൈഡിനും നല്ല ഘോര വനം തന്നെയാണ്. പിന്നെ പലയിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്, വണ്ടി നിർത്തരുത്, വണ്ടി നിർത്തി നമ്മൾ റോഡിൽ ഇറങ്ങി നിൽക്കരുത് എന്നുള്ളൊരു ബോർഡുകൾ പലയിടത്തും കാണാം. അപ്പം അതൊക്കെ നമ്മൾ ഒരു വനത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ എന്തായാലും അവരെ നിയമങ്ങൾ പാലിക്കുക തന്നെ വേണം. പാലിച്ചുകൊണ്ട് തന്നെയാണ് യാത്ര ചെയ്യാനുള്ളത്. ഇവിടെ ചർച്ചുണ്ട്. അകത്ത് ജനവാസ മേഖലയുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല നല്ല വീടുകളും ജനവാസ മേഖലയൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളൊരു കട കാണുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പഴയ നമ്മളെ ഗ്രാമപ്രദേശം പോലെ കാണുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് റബ്ബർ മരങ്ങളുണ്ട്, എസ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ വരുന്ന വഴിയിൽ നമ്മൾ ചെറിയൊരു കാഴ്ച കണ്ടുകൊണ്ടാണ് ഇവിടെ വണ്ടി നിർത്തിയത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടതെന്ന് പറയുന്നത് ഒരു ശിവക്ഷേത്രമുണ്ട്. ശിവക്ഷേത്രത്തിൻ്റെ ഒരു കവാടമാണ്.
അപ്പോൾ ശ്രീ മഹാദേവർ ക്ഷേത്രം ഹനുമാൻ്റെ ആണ് കൊടുത്തേക്കുന്നത്. ശിവൻ്റെ ക്ഷേത്രമാണ്. അതിനോട് ചേർന്ന് തന്നെ ചർച്ചുണ്ട്. സെൻറ്റ് ആഗ്നസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളി. അതുകൊണ്ട് അത് വനത്തിനുള്ളിൽ തന്നെയാണ്. കുറച്ച് ആൾക്കാർ താമസമുണ്ട്. ജനവാസ കേന്ദ്രം ഉള്ള സ്ഥലത്താണ് ഈ അമ്പലത്തിൻ്റെ ഈ സ്റ്റാച്ചു ഒക്കെ ഉള്ളത്. ഗവൺമെൻറ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഗവൺമെൻറ് സ്കൂളാണത്. സ്കൂൾ നെയിം ബോർഡ് ആൻഡ് ഗേറ്റ് സ്പോൺസേഡ് ബൈ ഉപാസന ഗ്രൂപ്പ്. ഉപാസന ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കൊല്ലത്തെ ഹോസ്പിറ്റലാണ്. അപ്പോൾ കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ സ്കൂളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അകത്ത്. അതും ഈ വനമേഖലയോട് ചേർന്ന് തന്നെയാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത അന്തരീക്ഷമൊക്കെ നല്ല രസമാണ്. 4 ചുറ്റും വനവും കാര്യങ്ങളും. അതിൻ്റെ മധ്യത്തായിട്ട് ചെറിയ സ്കൂള്. ഒരു പ്രത്യേക അന്തരീക്ഷമല്ല ആ സ്കൂളിൽ ഇരുന്ന് പഠിക്കാനും അല്ലേ. കാടും മലയുടെ ഇടയിൽ സ്കൂൾ, അതല്ലേ ശരി. കൊള്ളാം. അകത്തോട്ടൊന്നും പ്രവേശനം ഇല്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും അകത്തോട്ട് കയറുന്നില്ല. കവാടം വരെ എത്തി. സ്കൂളിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ എടുക്കാം. നല്ല ഗ്രൗണ്ടുണ്ട്. സ്കൂളിന് നല്ല ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗവൺമെൻറ് HS വലിയകാവ് എൻ്റെ വിദ്യാലയം മാലിന്യമുക്തം. കൊള്ളാം, അടിപൊളി. അപ്പോൾ വരുന്ന വഴിയിലുള്ള റോഡിൻ്റെ കാര്യങ്ങൾ ഞാൻ വണ്ടിയിരുന്ന് കാണിച്ചല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ ചങ്ങാതിയെ പരിചയപ്പെട്ടു. ചങ്ങാതിയായിട്ട് നമുക്ക് ഇവിടുത്തെ റോഡ് ഇവിടുത്തെ ഈ റോഡ് ഈ വളരെ കാലഘട്ടമായിട്ട് ഇങ്ങനെ കുറച്ച് ഭാഗം കൊള്ളാം. റോഡ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജർമ്മൻ ടെക്നോളജി എന്ന് പറഞ്ഞ FDR ടെക്നോളജി പ്രകാരമുള്ള ഒരു റോഡ് നിർമ്മാണമാണ് അവിടെ ആരംഭിച്ചത്. ഇത് 1 വർഷത്തിന് മേലായി ഇത് പൊളിച്ചിടാൻ തുടങ്ങിയിട്ട്. പൊളിച്ചിട്ടിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ നടുകൂടിയോ തിരിഞ്ഞു നോക്കാൻ ഒരാളില്ലാത്തൊരവസ്ഥ. ഒരു നാടിനെ മുഴുവൻ ഒറ്റപ്പെടുത്തുന്ന ഒരു ഗതാഗത സൗകര്യമാണ് ഇപ്പം നിലവിലുള്ളത്. ഈ രാജ്യത്ത് എല്ലാ മേഖലയിലും നല്ല റോഡുകളും നല്ല സൗകര്യങ്ങളും ഉള്ളപ്പോൾ ഈ മലയോര മേഖലയെ അവഗണിക്കുന്ന രീതിയാണ് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടെ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇത്. ഈ റോഡ് കടന്നു പോകുന്നത് അന്തർ സംസ്ഥാന പാതയായ അലിമുക്ക് അച്ചൻകോവിൽ റോഡാണ്. അച്ചൻകോവിൽ റോഡിലേക്ക് പോയാൽ ടൂറിസം മേഖല, അവിടെ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം, അതുവഴി പോയാൽ പിന്നെ തമിഴ്നാട് തിരുമലക്കോവിൽ, അതുപോലെ കുറ്റാലം, പിന്നെ അങ്ങനെ പാലരുവി അടക്കമുള്ള ആര്യങ്കാവ് ചുറ്റി വരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടൂറിസം പ്ലേസാണ്. ഇതുവഴി പോകുന്ന 2 വീലർ യാത്രക്കാർക്ക് ഏറ്റവും സുഖകരമാണ്. തണലുള്ള യാത്രയ്ക്ക് വളരെ തണുപ്പുള്ള നമുക്കും അനുഭവപ്പെട്ടു. യാത്ര നല്ല സുഖമാണ്. റോഡിന്റെ ഒരു മോശമായ ഒരു അവസ്ഥയാണ്. ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു തരത്തിലുള്ള മുൻവിധിയും പഠനവും ഇല്ലാത്ത ഇതിനെക്കുറിച്ചൊരു അവഗാഹമില്ലാത്ത ഒരു പ്രവൃത്തി ആയതുകൊണ്ടാണ് ഇത് വഴി മധ്യേ തടസ്സപ്പെട്ട് കിടക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കും. ഇത് എവിടെ തുടങ്ങിയാൽ എവിടെ തീരും, എന്ന് തുടങ്ങണം, എന്ന് തീരണം എന്ന രീതിയിൽ ഒരു ധാരണയില്ലാത്ത ഭരണാധികാരികളുടെ ഒരു പോക്കാണ് ഇതിന് പിന്നിലുണ്ടായിട്ടുള്ളത്. ഇത് മാറണം. ഇല്ലെങ്കിൽ ഈ നാട് ഒറ്റപ്പെട്ട് ഇങ്ങനെ കിടക്കും. ഇവിടെ പിന്നെ പോകുന്ന ടൂറിസ്റ്റുകൾക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കാട്ടരുവികളും അതുപോലെ വന്യമൃഗങ്ങളെയും ഒക്കെ കണ്ടു കേട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലേസാണ്. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ കർഷകർ അനുഭവിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കാട്ടുമൃഗങ്ങളുടെ മഴ വരുമ്പോൾ ഭയങ്കര വിഷയമാണല്ലേ. മഴ വരുമ്പോൾ ഈ റോഡ് ഇങ്ങനെ കിടക്കുകയാണ്. യാത്ര വളരെ ദുരിതമാണ്. വളരെ ദുരിതപൂർണമായ ജീവിതമാണ്. കുട്ടികൾ എത്ര വിദ്യാർത്ഥികൾ ഈ ഇതുവഴി പോയി പഠിക്കാൻ പോകുന്ന സ്കൂളുണ്ട്. ഇത് വലിയകാവ് സ്കൂളാണിത്. അതുപോലെ ഒരുപാട് ദുരിതങ്ങൾ ഈ നാട്ടില് ഇതിന്റെ പിന്നിലുണ്ട്. അതൊന്നും മാറണം എന്ന് വലുതായിട്ട് ഈ നാട്ടുകാർ ആഗ്രഹിക്കുന്നു. ഓക്കെ. അപ്പോഴേ ഇവിടെയുള്ള ഒരു സഹോദരനെ പരിചയപ്പെട്ടത്. പുള്ളിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ചേച്ചിയുടെ കട കണ്ടു. നമ്മൾ ചേച്ചിയുടെ കടയിൽ ചായ കുടിക്കാൻ വന്നു. ചേച്ചി എങ്ങനെ സുഖമാണല്ലോ? ചേച്ചിയുടെ പേരെന്തേ? എന്റെ പേര് സുമതി. എത്ര വർഷമായിട്ട് കടയുണ്ട്? 2 വർഷം. എന്തായാലും കൊള്ളാം. ഈ അന്തരീക്ഷത്തിലും ഇങ്ങനെ ഒരു ഗ്യാപ്പിൽ ഒരു കട അല്ലേ, യാത്രക്കാർക്ക് ചായ കുടിക്കാനും മറ്റുള്ള കാര്യങ്ങൾ. ഇതാ ചേച്ചിയുടെ പെട്ടിക്കകത്ത് ഉള്ളിവട, നാടൻ കപ്പപ്പഴമുണ്ട്, ചായ, പഴംപൊരി. അപ്പോൾ ഞാൻ എന്തായാലും ചേച്ചിയുടെ ചായ വാങ്ങിച്ച് ചായ കുടിക്കുകയാണ്. കൊള്ളാം. ചേച്ചിയുടെ കടയിൽ നിന്ന് ചായ വാങ്ങിച്ച് പഴംപൊരി ഉണ്ട്. ചേച്ചി ആ പഴംപൊരി ഇടുകയാണ്. അടിപൊളി ചായ, പറയാതിരിക്കാൻ പറ്റും അല്ലേ. ചേച്ചി പഴംപൊരി എണ്ണയിൽ തിളക്കുകയാണ്. അപ്പോൾ ആ പഴംപൊരി എന്തായാലും ഒന്ന് കാണാൻ കണ്ടു. അടിപൊളിയായിട്ട് അടിപൊളി അല്ലേ. തിളച്ചിങ്ങനെ പരുവായി വരെ ആ പഴംപൊരി. കൊച്ചു കടയാണെങ്കിലും കടയ്ക്ക് ഐശ്വര്യം, ചേച്ചിക്ക് ഐശ്വര്യം. ചേച്ചിയുടെ ചായ അടിപൊളി, ചേച്ചിയുടെ പഴംപൊരി അടിപൊളി. എല്ലാം കൊണ്ട് ഈ വനമേഖലയിൽ ഇങ്ങനെ ഒരു കട
ഭയങ്കര ആശ്വാസമാണ് അല്ലേ? എല്ലാവർക്കും നല്ലൊരു ആശ്വാസമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൊടിയിൽ കണ്ടം, അതായത് അച്ചൻകോട് റോഡിലുള്ള സ്ഥലത്തിൻ്റെ പേരാണ് തൊടിയിൽ കണ്ടം. അപ്പോൾ ഇവിടെ ചെറിയ ഒരു ആറ് പോലെ കണ്ട ആറെന്നാണ് പറയുന്നത്. ഏതാണ്? അമ്പനാറല്ല അമ്പനാർ. കൊള്ളാം, നല്ല രസമുണ്ട്. ആ വെള്ളം വരുന്ന ആ സ്പോട്ടും കാഴ്ചകളെ കാണാൻ നല്ല രസമുണ്ട്. അടിപൊളി. ലൈറ്റായിട്ടൊന്ന് കുളിക്കുന്നതിൽ വലിയ ഡേഞ്ചറൊന്നുമില്ല. ഒന്ന് പോവുകയാണ്. ഈ മേഖലയിലൊക്കെ കൃഷിയുള്ള സ്ഥലങ്ങളാണ്, കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ. അവിടെയൊക്കെ തോട്ടമുണ്ട്. നല്ല രസമുണ്ട് കാണാൻ അല്ലേ? ചെറിയൊരു നടപ്പാലം, തൊട്ടപ്പുറത്ത് വണ്ടി പോണ പാലം ഉണ്ടാവും. വണ്ടി പോണ പാലം. ഞാനിപ്പോൾ ചെറിയൊരു നടപ്പാലത്തിൽ കൂടെ വെച്ചു. ഇവിടെ നടന്ന് എങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു നല്ലൊരു എസ്റ്റേറ്റ് തന്നെ കാണാം. അടിപൊളിയാണ്. നല്ല കാണാൻ തന്നെ നല്ല കാഴ്ച. നമ്മൾ ഈ ക്യാമറയുടെ കാണുന്നില്ല, നേരിട്ട് വന്ന് കണ്ട് ആസ്വദിക്കേണ്ട ഒരു സ്ഥലമായത്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് എന്തിനാണെന്ന് നമുക്ക് നോക്കാം. എലിപ്പനി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ എലിയുള്ള ഏരിയയാണ് കേട്ടോ. അതെ, എലിപ്പനി, ജാഗ്രത, കൈവിടരുത്. കറക്റ്റ്. ആ ബോർഡ് നല്ലൊരു ബോർഡ് തന്നെയാണ്. ഇതുപോലത്തെ ബോർഡ് ഇങ്ങനെയുള്ള വനമേഖലകളിൽ വയ്ക്കുന്നത് നല്ലതാണ്. എലിപ്പനി, ജാഗ്രത, കൈവിടരുത്. പനി, തലവേന, പേശികൾ വേന എന്നിവ എലിപ്പനി ലക്ഷണങ്ങളാവാം. ഇത് മുകളിലോട്ടുള്ള കാഴ്ചകളാണ്. ഇത് വനമേഖല. നല്ലൊരു വ്യൂ തന്നെ, അടിപൊളി. കുറച്ച് ദൂരം നമുക്ക് നടക്കാം. വണ്ടി ഇവിടെ നമ്മൾ ഒതുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് ദൂരം സഞ്ചരിക്കാറുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെയുള്ള നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ അത് ഷൂട്ട് ചെയ്യണമല്ലോ. നല്ല നല്ല തേക്കും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊച്ചു കൊച്ചു വീടുകളാണ്, ചെറിയ ചെറിയ വീടുകൾ. ചെറിയൊരു ഗ്രാമാന്തരീക്ഷം എന്ന് പറയാൻ പറ്റത്തില്ല. കയ്യിൽ എണ്ണാവുന്ന കുറച്ച് വീടുകൾ മാത്രം. ഒരു 4-5 വീടുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ സവാരിക്ക് വന്നിരിക്കുന്ന നമ്മളെ സുഹൃത്ത് ഗോപാലനാണ്. കേരള വനം വകുപ്പ് അറിയിപ്പ്. അനധികമായി റിസർവ് വനത്തിനുള്ളിൽ പ്രവേശിക്കുന്നത്, മാലിന്യം നിക്ഷേപിക്കുന്നതും കേരള വന നിയമം 1961, വന്യജീവി സംരക്ഷണ നിയമം 1972 എന്നിവ പ്രകാരം കുറ്റവും ശിക്ഷാർഹവുമാണ്. ഒരു പുലിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ പുലിയുള്ള ഏരിയയാണ്. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം കാണാം. അങ്ങനെയാണ് നമ്മളിവിടെ നിർത്തിയത്. അടിപൊളിയാണ്. അങ്ങ് ഇറങ്ങിപ്പോകാനുള്ള ഇല്ല, നമ്മൾ ഇറങ്ങുന്നില്ല. വെച്ചാൽ പുലിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇരിക്കുകൊണ്ട് നമ്മളങ്ങ് താഴോട്ട് ഇറങ്ങുന്നില്ല. മുകളിൽ നിന്ന് ആ കാഴ്ച കാണാം. കൊള്ളാം, അടിപൊളി, നല്ല രസമാണ്. അപ്പോൾ ഈ വീഡിയോ ഇന്ന് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്തണം. ലൈഫ് ആഫ്റ്റർ 50s എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. പുതിയ വീഡിയോയുമായി നമ്മൾ ഉടൻ വരുന്നതാണ്.